A very good morning to each and every one of you. We have come to the final session of our Bible study, and we are grateful to God for giving us this opportunity to study His Word. വേദപുസ്തക പഠനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്നു. ഇപ്രകാരം ലഭിച്ച അവസരമോർത്ത് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. I am grateful to the Metropolitan, the Most Reverend Dr. Mar Theodosius, for inviting me to this Maraman Convention. സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയോടുള്ള എൻ്റെ പ്രത്യേക സന്തോഷം എന്നെ യോഗത്തിലേക്ക് ക്ഷണിച്ചതിലുള്ളത് അറിയിക്കട്ടെ. And my thanks to Tirumeni Gregorius Mar Stephanos for your kind words. Thank you. ഈ വേദപുസ്തക പഠനങ്ങൾക്കെല്ലാം അധ്യക്ഷത വഹിച്ച അഭിവന്യ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് തിരുമേനിയോടുള്ള എൻ്റെ സന്തോഷവും പങ്കുവയ്ക്കുന്നു. And I'm also extremely grateful to my colleague Reverend Shibi Varghese for wonderfully translating God's word to each one of you. എൻ്റെ സന്തോഷം വചനം ഭാഷാന്തരം ചെയ്യുന്ന പ്രിയപ്പെട്ട അച്ഛനോടും അറിയിക്കട്ടെ. Let us pray before we study God's word. നമുക്ക് പ്രാർത്ഥിക്കാം. Father, we still our hearts before you this morning. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയം നിന്റെ സന്നിധിയിൽ പകരുന്നു. Thank you for giving us yet another opportunity to hear your word. ഒരു പ്രാവശ്യം കൂടെ നിന്റെ വചനം കേൾക്കുവാനായി ഞങ്ങൾക്ക് നൽകപ്പെട്ട അവസരത്തിനായിട്ട് സ്തോത്രം. Speak to us in a new way. കർത്താവേ, നിന്റെ വചനം പുതുതായി ഞങ്ങളോട് നീ സംസാരിക്കണം. Give us hearts and minds that are willing to listen to your word. ഞങ്ങളുടെ ഹൃദയങ്ങളും മനസ്സുകളും നിന്റെ വചനം കേൾക്കുവാനായി ഒരുക്കപ്പെടണമേ. And to put it into practice in our lives. നിരന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാൻ ഞങ്ങളെ സഹായിക്കണം. And so let the words of my mouth, കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും and the meditation of our hearts ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും be acceptable in your sight. നിനക്ക് പ്രസാദകരമായിരിക്കണമെന്ന് O Lord, my rock and our redeemer. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, ആമേൻ. We have now come to the last session on the book of Jonah. യോനയുടെ പുസ്തകത്തിലെ അവസാന ഭാഗത്തേക്ക് നമ്മളെല്ലാവരും ചേർന്ന് വന്നിരിക്കുന്നു. At the end of chapter 1, we left Jonah in the belly of the whale. ഒന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് യോനായെ നമ്മൾ മത്സ്യത്തിന്റെ ഉദരത്തിൽ ഉപേക്ഷിച്ചു. At the end of chapter 2, we saw Jonah vomited out onto dry land. രണ്ടാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടു ഈ മത്സ്യം യോനായെ ഉണങ്ങിയ നിലത്ത് ഛർദ്ദിച്ചു എന്നുള്ളത്. In the first chapter, we saw him running away from God. ഒന്നാം അധ്യായത്തിൽ യോന ദൈവത്തിങ്കിൽ നിന്ന് ഓടി മാറുന്നത് നമ്മൾ കണ്ടു. And then in the second chapter, we saw him running towards God. രണ്ടാം അധ്യായത്തിൽ ദൈവത്തിങ്കിലേക്കുള്ള മടക്കയാത്ര നടത്തുന്ന യോനായെ നമ്മൾ കണ്ടു. And today we'll see how he does two things. First of all, he runs for God and then against God. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദൈവത്തിനായി ഓടുന്ന യോനയും എന്നാൽ ദൈവത്തിൽ നിന്ന് എതിരായി പലപ്പോഴും തന്റെ നീരസം അറിയിക്കുന്ന യോനയുമാണ്. So let us just recap what has gone on in the first two chapters. ആദ്യത്തെ രണ്ട് അധ്യായങ്ങളിൽ നമ്മൾ ചിന്തിച്ചതിനെ കുറിച്ചൊന്ന് ഓർത്തെടുക്കാം. So Jonah was called and he was asked to go to Nineveh. A clear command was given to him. യഹോവയായ ദൈവം യോനയെ വിളിച്ചിട്ട് നിനവയിൽ പോയി തന്റെ ചിന്തകൾ പങ്കുവയ്ക്കാൻ പറയുകയാണ്. But what did Jonah do? എന്നാൽ യോന എന്താണ് ചെയ്തത്? Jonah went to Tarshish. He wanted to go away to the other side. എന്നാൽ യോന തർശീശിലേക്ക് പോയി നേരെ വിപരീതമായ ദിശയിലേക്ക് ഓടിപ്പോയി. Just the opposite direction of what God had asked him to do. ദൈവം പറഞ്ഞതിന് നേരെ വിപരീതമായ ദിശയിൽ യോന സഞ്ചരിച്ചു. And when he gets onto the boat, അവൻ കപ്പലിലേക്ക് കയറിയപ്പോൾ we see the storm comes. പ്രക്ഷുബ്ധമായ ഒരു കടലും കൊടുങ്കാറ്റും വരികയാണ്. But Jonah is fast asleep in the hull of the ship. എന്നാൽ യോന കപ്പലിന്റെ മടിത്തട്ടിൽ പോയി സുഖമായി ഉറങ്ങി എന്നുള്ളതും നമ്മൾ We also saw the descent of Jonah both physically and spiritually. യോനായുടെ ശാരീരികമായ ചലനം താഴോട്ടായിരുന്നുവെന്നും ആത്മീയമായ അധപതനവുമാണ് അതിന്റെ സൂചനയെന്നും നമ്മൾ ധ്യാനിച്ചു. Jonah went down to Joppa. യോന യഹോവയിലേക്ക് താഴോട്ട് ഇറങ്ങി വരുന്നു. Went down to the harbor. അവിടെ തീരത്ത് എത്തിച്ചേരുന്നു. Went into the boat. കപ്പലിലേക്ക് കയറുന്നു. The bottom of the boat in the hull. ഈ കപ്പലിന്റെ ഏറ്റവും മടിത്തട്ടിലേക്ക് ചെല്ലുന്നു. And then into the sea. പിന്നീട് അവസാനം കടലിലേക്ക്. And into the belly of the whale. അവസാനം നമ്മൾ കാണുന്നു മത്സ്യത്തിന്റെ ഉദരത്തിലേക്ക് യോന എത്തുകയാണ്. So it was a spiral of descent going down both physically and spiritually. ആത്മീയമായും ശാരീരികമായും ഒരു ചുഴിയിൽ ഏർപ്പെട്ടതുപോലെ ഇങ്ങനെ ഊർന്ന് താഴോട്ട് പോകുന്ന യോനയാണ് നമ്മൾ കാണുന്നത്. And we see the contrast between Jonah and the sailors. Jonah is fast asleep, doesn't want to pray.
യോനായും നാവികരും തമ്മിലുള്ള ഒരു താരതമ്യം നമ്മൾ കാണുകയുണ്ടായി. And it is the sailors who wake him up and say, "Pray to your God so that we may be saved." യോന ഉറങ്ങിയപ്പോൾ ഇവിടെ സഹയാത്രികരായ നാവികർ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതും നമ്മൾ കണ്ടു. A prophet who is supposed to be in communion with God ഒരു പ്രവാചകൻ എല്ലായ്പ്പോഴും ദൈവത്തോടുള്ള സംസർഗത്തിലായിരിക്കേണ്ട സ്ഥാനത്ത് is fast asleep. യോന ഉറങ്ങുകയാണ്. But the sailors who were from other faiths, they were calling out to their gods. ഇതര വിശ്വാസത്തിലായിരുന്ന സഹയാത്രികർ നാവികരൊക്കെ അവർ അവരുടെ ദൈവത്തോട് നിലവിളിച്ചു. And they cast lots and find out that Jonah is the reason for this storm. അവർ നറുക്കെടുപ്പ് നടത്തി യോനയാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് കണ്ടെത്തി. And before they throw Jonah into the water, they also pray to God, the God of Jonah, that don't hold this against us. യോനായെ കടലിൽ എറിയുന്നതിന് മുമ്പ് യോനായുടെ ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ വലിയൊരു വിനാശം ഞങ്ങളിൽ വരരുതേ എന്നുള്ളത്. So we see there's a transformation of the sailors praying to their own gods and now praying to Yahweh, the God of Israel. സഹയാത്രികർ അവരവരുടേതായ ദൈവത്തെ വിട്ടിട്ട് യഹോവയോട് പ്രാർത്ഥിക്കുന്നത് ആ വലിയ രൂപാന്തരം നമ്മൾ കണ്ടു. Jonah's plea is only, let me die, I don't want to be in God's presence, I want to run away from him. യോനായ്ക്ക് ഒരു ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തിന്റെ സന്നിധി ഓടി ഒളിക്കുക, ഞാൻ അങ്ങ് മരിച്ചേക്കാം എന്നുള്ളത്. And God in his mercy provided a huge fish to swallow him. ദൈവം തന്റെ കരുണയാൽ വലിയ മത്സ്യത്തോട് കൽപ്പിച്ച് അങ്ങനെ യോനായെ മത്സ്യം വിഴുങ്ങുകയാണ്. It is in the midst of the belly of the whale അങ്ങനെ യോന മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കുമ്പോൾ that transformation for Jonah also takes place. യോനയുടെ ജീവിതത്തിലെ മാനസാന്തരം സംഭവിക്കുകയാണ്. Just like a new birth in the womb of the whale, ഈ മത്സ്യത്തിന്റെ ഉദരത്തിൽ ഒരു പുതിയ പിറവി ഉണ്ടാവുകയാണ്. he is now remembering God's call. ദൈവത്തിന്റെ വിളി യോന അവിടെ വെച്ച് ഓർത്തെടുക്കുകയാണ്. And he says that Yahweh is the only one who can save me. അവസാനം യോന പറയുന്നു, യഹോവയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന്. As soon as he acknowledged that, the fish vomited him. ഈ ഒരു വലിയ സത്യം യോന അംഗീകരിക്കുമ്പോൾ ആ നിമിഷത്തിൽ തന്നെ യോനായെ മത്സ്യം കരയിൽ കൊണ്ടുവന്ന് So ഛർദ്ദിക്കുകയാണ്. today we'll see what happened next. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇന്ന് നമ്മൾ കാണും. And the theme in this chapter 3 and 4 is God's compassion versus human prejudice and fear. ഈ മൂന്നാം ഭാഗത്ത് നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ കരുണയും അനുകമ്പയും എന്നാൽ അതിനോടുള്ള മനുഷ്യരുടെ മുൻവിധികളും എന്നുള്ളതാണ്. And human anger against others. മനുഷ്യന്റെ മറ്റൊരു സമൂഹത്തോടുള്ള മനുഷ്യരുടെ കോപവും പ്രകോപനവുമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. But the main idea is that God's mercy extends to all of humanity, not just to his chosen people. യഥാർത്ഥത്തിൽ ഈ വേദഭാഗം ഉറപ്പിക്കുന്ന ഒരു കാര്യം, ദൈവം സർവ്വ മനുഷ്യരെ കുറിച്ചും കരുണയുള്ളവനാണ്, കേവലം തന്റെ ജനത്തോട് മാത്രം കരുണയില്ലാത്തവൻ അല്ല. His heart is for all people because every single human being is created in the image and likeness of God. ദൈവത്തിന്റെ ഹൃദയം സകല മനുഷ്യരിലേക്കും തുറന്നിരിക്കുന്നു, കേവലം തന്റെ ജനം എന്ന് പറയുന്ന ജനവിഭാഗത്തിന് മാത്രമുള്ളതല്ല. From Monday onwards we will be heading into the Great Lent. വരുന്ന തിങ്കളാഴ്ച മുതൽ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. In the CNI tradition we have a 40-day Lent, whereas you have a 50-day Lent. CNI പാരമ്പര്യം അനുസരിച്ച് ഞങ്ങൾക്ക് 40 ദിവസത്തെ നോമ്പാണ്, എന്നാൽ മർത്തോമ നവീകരണ പാരമ്പര്യം അനുസരിച്ച് പലപ്പോഴും 50 ദിവസത്തെ നോമ്പാണല്ലോ. And on Ash Wednesday we start from Wednesday. ഈ വിഭൂതി ബുധനാഴ്ച അല്ലെങ്കിൽ ചാര ബുധനാഴ്ചയാണ് ഞങ്ങളെ സംബന്ധിച്ച് നോമ്പുകാലം ആരംഭിക്കുന്നത്. The priest puts ash on the forehead of the penitent. ഈ പാപപരിഹാരത്തിനായിട്ട് വരുന്ന ആളുകളുടെ തിരുനെറ്റിയിൽ ചാരം കൊണ്ട് കുരിശടയാളം അടയാളപ്പെടുത്തുന്നു. And he says these words. എന്നിട്ട് ഇപ്രകാരം പറയുന്നു, Remember that you are dust and dust you will return. ഇപ്രകാരം ആ വിശ്വാസിയോട് പറയുന്നു, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ തിരികെ ചേരും. Turn away from sin and be faithful to Christ. അതുകൊണ്ട് പാപത്തിൽ നിന്ന് ഓടി മറഞ്ഞ് ദൈവത്തോട് വിശ്വസ്തനായിരിക്കുക എന്ന് ഉപദേശിക്കും. The frailty of life and our lack of control over it forces us to see life from a totally different perspective. ജീവിതത്തിന്റെ വ്യത്യസ്തമായ ദുർബലതകളും അതിനോടൊപ്പമുള്ള സാധ്യതകളും മറ്റൊരു ദിശയിലൂടെ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കും. From the perspective of God and from the perspective of eternity. നിത്യതയുടെ സമീപനത്തിലൂടെയും ദൈവത്തിന്റെ സമീപനത്തിലൂടെയും അപ്രകാരം കാണാൻ നമ്മളെ അനുവദിക്കുകയാണ്. Human beings are frail. We are like dust. We can die anytime. മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ ദുർബലനാണ്, പൊടിക്ക് സമമാണ്. ഏത് സമയത്തും നമ്മൾ മരണത്തിലൂടെ പൊടിയിലേക്ക് ചേരുന്നവരാണ്. At the beginning of this year, there were so many funerals in our diocese. എൻ്റെ ഭദ്രാസനത്തിൽ ഈ വർഷം ആദ്യം ഒരുപാട് ശവസംസ്കാരങ്ങൾ നടന്നു.
It brought home the reality of the frailty of life. ഇത് ഒരു വലിയ സത്യം എന്നെ ബോധ്യപ്പെടുത്തി മനുഷ്യൻ എത്ര ദുർബലനാണ് എന്നുള്ളത്. We can go anytime. നമുക്ക് ഏത് സമയത്തും ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ടി വരും. But are we prepared to meet our Maker? എന്നാൽ നമ്മൾ അപ്രകാരം നമ്മുടെ സൃഷ്ടാവിനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? As we explore this ancient story, ഈ ഒരു പഴയ ചരിത്രം നമ്മൾ അനാവരണം ചെയ്യുമ്പോൾ 3 themes stand out. 3 പ്രധാന ശക്തീകരണം അവിടെ കാണുവാൻ കഴിയും. First is the book's striking relevance for Christians engaged in God's mission. ദൈവിക ദൗത്യത്തിൽ പങ്കുകാരാകുന്ന ക്രിസ്തീയ സമൂഹത്തിന് ഒരു മനോഹരമായ ദർശനം ഈ പുസ്തകം നൽകുന്നുണ്ട്. Jonah is at heart a book about mission written by a missionary God. യോനയുടെ പുസ്തകം എന്ന് പറയുന്നത് ദൗത്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ദൗത്യത്തിന്റെ ദൈവത്തെക്കുറിച്ച് പറയുന്ന പുസ്തകമാണ്. To a people called to be in mission. ഒരു പ്രത്യേക ജനത ദൈവത്തിന്റെ ദൗത്യത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചും പറയുന്നതാണ്. When Jonah is read as a figure from whom God's people are meant to learn, his life becomes deeply unsettling. യഥാർത്ഥത്തിൽ ഈ വലിയ ദൗത്യത്തിലേക്ക് യോന പ്രവേശിക്കുമ്പോൾ യോനയുടെ ജീവിതം എത്രമാത്രം അസ്വസ്ഥമാകുന്നു എന്നുള്ളതും ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. He challenges each and every one of us who know what God's will is and we run away from it. ദൈവത്തിന്റെ ദൗത്യത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് പലപ്പോഴും ഈ പുസ്തകം വെളിപ്പെടുത്തുമ്പോഴും പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് ഓടിയൊളിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Maybe many of you, God is laying it on your heart saying, I need you to serve me, and you're saying, no, not me. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വലിയ ബോധ്യം തരുന്നുണ്ട്, ഈ ശുശ്രൂഷയ്ക്ക് നിന്നെ എനിക്ക് വേണം. പക്ഷേ ദൈവത്തോട് നമ്മൾ പറയുന്നത് പറ്റില്ല എനിക്ക് പറ്റില്ല. We want to run away from God's call. പലപ്പോഴും ദൈവത്തിന്റെ വെളിയിൽ നിന്ന് ഓടി ഒളിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. And the other thing we see is sometimes we experience God's forgiveness, but we don't want that forgiveness for others. ചില സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ മനസ്സലിവ് ക്ഷമ നമ്മൾ അനുഭവിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. And then it is also for people who think I have gone too far away and I cannot come back to God. ചിലരെങ്കിലും ചിന്തിക്കും ഞാൻ ദൈവത്തിൽ നിന്ന് എത്രയും ദൂരം പോയിരിക്കുന്നു, ഇനി എനിക്കൊരു മടക്കമില്ല എന്നുള്ളത്. Secondly, the book is refreshingly honest about Jonah's performance. യഥാർത്ഥത്തിൽ രണ്ടാമത് ഈ പുസ്തകം നമ്മളോട് പറയുന്നത് യോനായുടെ പ്രകടനത്തെക്കുറിച്ചാണ്. Many a time we study scripture looking for models and heroes. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ പലപ്പോഴും മാതൃകയുള്ള പുരുഷന്മാരെയും വീരന്മാരെയും ഒക്കെ കുറിച്ച് കാണുവാൻ ശ്രമിക്കാറുണ്ട്. And there are some, but most of them are imperfect. എന്നാൽ ധാരാളം ആളുകൾ വേദപുസ്തകത്തിൽ ഉണ്ടെങ്കിലും പലരും അപൂർണരായിട്ടുള്ള ആളുകളാണ്. But apart from Jesus, most biblical figures are people of faith with very visible flaws and feet of clay. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുന്നുണ്ട് യേശു കർത്താവ് അല്ലാതെ അങ്ങനെ ഒരു മാതൃകയില്ല. പരലിലും നമ്മൾ കാണുന്ന ധാരാളം ഇടർച്ചകളും അവരുടെ കാലിൽ പൊടി പിടിച്ചിരിക്കുന്ന അവസ്ഥകളുമാണ്. Jonah fits into that category. യോന അപ്രകാരമുള്ള ശാഖയിൽ പെടുന്ന ആളാണ്. His attitudes, reactions and choices are laid bare without any attempt to soften them. യഥാർത്ഥത്തിൽ യോനായുടെ തെരഞ്ഞെടുപ്പും യോനായുടെ വീക്ഷണവും എല്ലാം ഈ വിധത്തിലുള്ള ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ്. യോന അതിൽ നിന്ന് മടങ്ങുന്നില്ല എന്നുള്ളത്. The Bible does not idealize Jonah. യോനായുടെ പുസ്തകത്തിൽ യോനായെ ഒരിക്കൽ പോലും ആദർശവൽക്കരിക്കുന്നില്ല. Instead, it presents him truthfully, allowing us to see both his calling and his deep resistance to it. ഈ പുസ്തകം യോനയെക്കുറിച്ച് വളരെ സത്യസന്ധമായ അവന്റെ ജീവിതത്തിന്റെ അപജയം വെളിപ്പെടുത്തുകയും അതോടൊപ്പം ദൈവത്തോടുള്ള നീരസം യോന പ്രകടിപ്പിക്കുന്നതും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. The frailty of Jonah comes clearly through in this book. ഇവിടെ യോനയുടെ ജീവിതത്തിലെ ദുർബലത വളരെ വെളിപ്പെട്ട് വരികയാണ്. And so as human beings we can identify with him. അതുകൊണ്ട് തന്നെ നമുക്കും യോനയുടെ ജീവിതവുമായി താരതമ്യം ചെയ്യാൻ പറ്റും. Finally, the book of Jonah powerfully connects God's truth with real human experience. മൂന്നാമതായി യോനായുടെ ജീവിതത്തിന്റെ ഈ ഒരു അനുഭവങ്ങൾ നമ്മുടെ ജീവിതവുമായി നമുക്ക് തട്ടിച്ചു നോക്കുവാൻ കഴിയുന്ന ഒന്നാണ്. Jonah can remind us of a weary believer who knows the rules but cannot keep it. യോനായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ധാരാളം കാര്യങ്ങൾ നമുക്കറിയാമെങ്കിലും പലപ്പോഴും മടിപിടിച്ചിരിക്കുന്ന ക്ഷീണിച്ചു പോകുന്ന ഒരു വിശ്വാസിയുടെ സൂചനയാണ്. A believer who resents the idea of outsiders receiving God's grace. പുറത്തുള്ളവർ ദൈവത്തിന്റെ കൃപ പ്രാപിക്കുന്നതിനെ കുറിച്ച് വളരെ നീരസപ്പെടുന്ന ഒരു വിശ്വാസിയുടെ മനോഭാവവും ഇവിടെ കാണാൻ കഴിയും. And gets angry when God's grace goes beyond our boundaries. നമ്മുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് ദൈവത്തിന്റെ കരുണ മറ്റുള്ള ജനവിഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അതിനോട് നീരസപ്പെടുന്ന കോപിക്കുന്ന ഒരു യോനായെ, ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയും. It makes us uncomfortable. നമുക്ക് ഇത് വളരെയേറെ അസ്വസ്ഥത ഉളവാക്കുന്ന ഒന്നാണ്. God's purposes are not narrow.
ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ഒരിക്കൽ പോലും സങ്കുചിതമല്ല. They are certainly not to be mocked. അതൊരിക്കൽ പോലും പരിഹസിക്കപ്പെടേണ്ടതല്ല. God does not let Jonah off the hook. യോനായെ ഒരിക്കൽ പോലും അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. Instead, he confronts him, he challenges him, and patiently exposes the gap between Jonah's heart and God's own heart. അതിന് പകരം ദൈവം ഓരോ പ്രാവശ്യവും യോനായെ എതിരിടുകയും യോനയുടെ ജീവിതത്തെ പുറത്ത് വെളിപ്പെടുത്തുകയും അപ്രകാരമുള്ള യോനായും ദൈവം തമ്മിലുള്ള അകൽച്ചയെ ദൈവം തന്നെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുകയാണ്. Let's move on to the text. There's a lot of parallelisms between chapter 1 and chapter 3. ഇനി വേദഭാഗത്തേക്ക് നമുക്കൊന്ന് തിരിയാം. 1-ാം അധ്യായവും 3-ാം അധ്യായവും തമ്മിൽ ധാരാളം സമാനതകളുണ്ട് എന്നുള്ളത് So നമുക്ക് let's read the first 4 verses. 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനായിക്ക് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നിനവേയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. അങ്ങനെ യോന പുറപ്പെട്ടു, യഹോവയുടെ കൽപ്പന പ്രകാരം നിനവേയിലേക്ക് ചെന്നു. എന്നാൽ നിനവേ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്ന് ആദ്യം 1 ദിവസത്തെ വഴി ചെന്നു. പിന്നെ 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്ത് വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. In chapter 3, we see that Jonah is given a second chance. 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു യോനായിക്ക് ഒരു 2-ാം ഊഴം, 2-ാം അവസരം ലഭിക്കുകയാണ്. Scholars point out the skillful and deliberate paralleling between chapters 1 and 3. 1-ാം അധ്യായവും 3-ാം അധ്യായം തമ്മിലുള്ള ഒരു വലിയ താരതമ്യം വേദപഠിതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. Look at chapter 3, verses 1 to 3. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. But for the words son of Amittai, അമിത്തായുടെ മകനായ യോനായെ, the first verse of each chapter is identical. 2 അധ്യായങ്ങളുടെയും ആരംഭ വാക്കുകൾ വളരെ ഒരുപോലെയാണ്. God's word is the same, but Jonah's actions hasn't changed. ദൈവത്തിന്റെ വാക്കുകൾ ഒന്ന് തന്നെയാണ്, എന്നാൽ യോനയുടെ പ്രതികരണം 2 വിധത്തിലാണ്. And as we engage in mission, it's right to remember that the word of the gospel hasn't changed. നമ്മൾ ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ദൈവത്തിന്റെ സുവാർത്തയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് മാറ്റമില്ല എന്നുള്ളത്. So the word of the Lord, the gospel, also comes to us unchanged and unchangeable. ദൈവത്തിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ സുവിശേഷം മാറ്റമില്ലാതെ നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. The context may change, but the content doesn't. സന്ദർഭം മാറിയാലും ഒരിക്കലും ഉള്ളടക്കം മാറുന്നില്ല. Like Sadhu Sundar Singh said, the gospel must be served in an Indian cup. സാധു സുന്ദർ സിംഗ് പറഞ്ഞതുപോലെ സുവിശേഷം ഇന്ത്യയുടെ ഒരു പാത്രത്തിൽ വിളമ്പേണ്ടതായിട്ടുണ്ട്. So the core of the gospel will not change. ഈ സുവിശേഷത്തിന്റെ ഉള്ളടക്കം, അതിന്റെ അന്തസത്ത മാറുന്നില്ല. The power and priority of God's word comes through strongly in verse 2, where we now find the message I give you. ദൈവത്തിന്റെ വചനത്തിന്റെ കാമ്പും കരുത്തും എന്താണെന്നുള്ളത് 2-ാം വാക്യത്തിൽ പറയുന്നു, ഈ സന്ദേശം ഞാൻ നിനക്ക് തരുന്നു. Jonah isn't invited to tell the Ninevites a good story. നിനവേക്കാർക്ക് നല്ലൊരു കഥ പറയാനല്ല ദൈവം യോനയെ വിളിക്കുന്നത്. He is called to proclaim God's truth. ഒട്ടും സ്വീകാര്യതമില്ലാത്ത എന്നാൽ സത്യം പറയാൻ വേണ്ടിയാണ് ദൈവം യോനയെ വിളിക്കുന്നത്. As a body of Christ, the church, കർത്താവിന്റെ ശരീരമാകുന്ന സഭയും we face the same decision like Jonah. പലപ്പോഴും യോന അഭിമുഖീകരിച്ചതായ അതേ സാഹചര്യം നമ്മളും അഭിമുഖീകരിക്കാറുണ്ട്. Human opinions or divine truth. മനുഷ്യരുടെ രീതിയിലുള്ള അഭിപ്രായമാണോ ദൈവത്തിന്റെ സത്യമാണോ പറയേണ്ടത്? If we only give human opinion, then we shouldn't be surprised if it's ignored. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അഭിപ്രായമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞാൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല. Because it's just another opinion. ഇതൊരു മറ്റൊരു അഭിപ്രായം മാത്രമാണ്. Society has plenty of those already. സമൂഹത്തിന് ധാരാളം അഭിപ്രായങ്ങൾ കാണുകയും ചെയ്യും. And therefore we are called to present divine truth. എന്നാൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവിക സത്യം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ്. So we see in verse 2, go to the great city of Nineveh and proclaim to it the message I give you. അതുകൊണ്ട് 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, നിനവെ എന്ന മഹാനഗരത്തിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് പറയുന്നത് അവരോട് പറയുക. You just go back to chapter 1 verse 2 and it says there, go to the great city of Nineveh and preach against it.
ഒന്നാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, നീ നിനവയിലേക്ക് പോയിട്ട് നിനവയ്ക്ക് എതിരെ പ്രസംഗിക്കണം എന്ന്. There is a subtle change. എന്നാൽ ഇവിടെ ഒരു വലിയ ചേഞ്ച്, ഒരു മാറ്റം ഉണ്ടാവുകയാണ്. From preach against it in chapter 1:1. ഒന്നാം അധ്യായത്തിൽ നിനവയ്ക്ക് എതിരെ പ്രസംഗിക്കണം എന്ന് പറയുന്നിടത്ത് in 2 to proclaim to it the message I give you. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അവരോട് എന്റെ സന്ദേശം പറയണം The എന്നാണ്. meaning is softened. ഈ അർത്ഥം ഒരുപാട് തരളിതമാവുകയാണ്. Though Jonah's task is the same, we are given a glimpse of God's mercy. യോന ഒരുപോലെ തുടങ്ങുന്നതാണെങ്കിലും ദൈവത്തിന്റെ കരുണയുടെ ഒരു പ്രദർശനം ഇവിടെ കാണുകയാണ്. Just as good unexpectedly came to the sailors through Jonah in chapter 1. ഒന്നാം അധ്യായത്തിൽ ഈ നാവികരിലൂടെ ദൈവത്തിന്റെ നന്മ യോനയിലേക്ക് വന്നതുപോലെ Now God's mercy and forgiveness may come unexpectedly to the Ninevites in chapter 3. ഇവിടെ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപകളും ഇതാ നിനവക്കാരിലേക്ക് പകരുന്നത് നമ്മൾ കാണുകയാണ്. Jonah is given a second chance for their sakes as much as for his own. നിനവേക്കാർക്ക് വേണ്ടി യോനായ്ക്ക് 2-ാം ഊഴം ലഭിച്ചതുപോലെ നമ്മൾക്കും പലപ്പോഴും ലഭിക്കാറുണ്ട്. Parallel to form in 1:3 but opposite in direction in 3:3, Jonah now gets up and goes to Nineveh. ഒന്നാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നിന്ന് വിപരീതമായി വ്യത്യസ്തമായി 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഒരു സന്ദേശം ലഭിച്ചതിന്റെ ഫലമായി യോന നിനവയിലേക്ക് പോവുകയാണ്. Changed in part by his experience inside the fish. തന്റെ ജീവിതത്തിന്റെ അനുഭവം മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് മാറിയതും ചേർന്ന് പോവുകയാണ്. But now the Hebrew stresses his obedience to God's command. എന്നാൽ എബ്രായ ചിന്തകൾ പറയുന്നു, ഇവിടെ ദൈവത്തെ അനുസരിക്കുന്ന യോനയെ നമ്മൾ കാണുന്നു. He sets off on this month-long journey of about 885 kilometers. ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന 885 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയ്ക്ക് യോന തുടക്കം കുറിക്കുകയാണ്. A very important city. ഒരു വളരെ പ്രത്യേകതകളുള്ള വളരെ ശ്രദ്ധയുള്ള ഒരു പട്ടണത്തിലേക്ക്. And the nuances, it's a city important to God. ഈ പട്ടണം യഹോവയ്ക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് എന്നുള്ളതാണ്. And so it took days to cross. അതുകൊണ്ട് ധാരാളം ദിവസങ്ങൾ എടുത്തു ആ പട്ടണത്തിൽ എത്തിച്ചേരുവാൻ. No sooner has he arrived at its outer boundaries. യോന ഈ നഗരത്തിന്റെ കവാടത്തിൽ എത്തിയപ്പോൾ തന്നെ Jonah sets to work. യോന തന്റെ സന്ദേശം പറഞ്ഞു തുടങ്ങുകയാണ്. His message from God is summarized in 5 simple Hebrew words. അദ്ദേഹത്തിന്റെ സന്ദേശം, യഹോവ കൊടുത്ത സന്ദേശം 5 എബ്രായ പദങ്ങളിലൂടെയാണ് യോന അവരോട് അറിയിക്കുന്നത്. The English translation uses 8 words. ഇംഗ്ലീഷ് പരിഭാഷ 8 വാക്കുകൾ ഉപയോഗിക്കുന്നു. 40 days more and Nineveh shall be overthrown. യോന അവരോട് പറഞ്ഞു, 40 ദിവസമേ ഉള്ളൂ, 40 ദിവസത്തിനകം ഈ നഗരം നശിച്ചു പോകും എന്നുള്ളത്. Very simple message, 5 words, 40 days more and Nineveh will be overthrown. വളരെ ലഘുവായ സന്ദേശമാണ്. 5 വാക്കുകളിലൂടെ പറയുകയാണ്, 40 ദിവസത്തിനകം നിനവെ നശിച്ചു പോകും. The word that is used in the Hebrew shows as though the destruction has already begun. ഈ എബ്രായ വാക്കുകൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് യോന പറയുമ്പോൾ തന്നെ ആ പട്ടണത്തിന്റെ നാശം ആരംഭിക്കുകയാണ് എന്ന്. For Israelite ears, the fate of Nineveh is the fate of Sodom and Gomorrah. ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ നിനവേക്കാരുടെ ഭാഗതയെന്ന് പറയുന്നത് സോദോം ഗോമോറയ്ക്ക് തുല്യമായിട്ട് അവർ കാണാറുണ്ട്. Complete annihilation. മൊത്തത്തിലൊരു ഉന്മൂലനാശമാണ് അവർ വിചാരിക്കുന്നത്. The 40 days space conceded makes change possible. ഈ 40 ദിവസം എന്ന് പറയുന്ന സമയപരിധി അവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരികയാണ്. A transformation of unqualified judgment. ദൈവത്തിന്റെ ഒരിക്കൽ പോലും മാറ്റപ്പെടാത്ത ന്യായവിധിയുടെ ഒരു തിരുത്തൽ ഉണ്ടാവുകയാണ്. One of the commentators says that the messenger's words which hastens ahead of the events is such a gift of the divine patience, even if all it promises is disaster. ഒരു വ്യാഖ്യാതാവ് പറയുന്നുണ്ട്, വിനാശകരമായ ഒരു അവസ്ഥയാണ് നിനവേക്കാർക്ക് കാത്തിരിക്കുന്നതെങ്കിലും ദൈവം അല്പം മന്ദഗതിയിൽ കാര്യങ്ങളെ ചെയ്യുന്നത് പോലെ തോന്നുകയാണ്. So what do we learn from Jonah's second chance? ഈ യോനായുടെ 2-ാം ഊഴത്തിലൂടെ നമ്മൾ എന്താണ് പഠിച്ചെടുക്കേണ്ടത്? The first and foremost thing we learn is that God gives us a second chance. നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വീണ്ടും ദൈവം അവസരം തരുന്നു എന്നുള്ളതാണ്. If God will give a disobedient prophet Jonah a second chance where he should have done better, there's hope for you and me. അനുസരണം കെട്ട യോനായിക്ക് ഇപ്രകാരം ദൈവം കൊടുക്കുന്നുവെങ്കിൽ നമുക്കും ദൈവം അങ്ങനെ ഒരു സാധ്യത തുറന്നു തരികയാണ്. God gives even disobedient religious people who should know better a second chance.
ചില മതപരമായ അനുസരണം കേട് കാണിക്കുന്ന ആളുകളിലൂടെയും തന്നെ ദൈവം ചില അവസരങ്ങൾ Jonah ഒരുക്കുകയാണ്. was a prophet, he should have known better. യോന ഒരു പ്രവാചകനായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ യോനയ്ക്ക് അറിയേണ്ടതായിരുന്നു. But even to religious people, God gives a second chance. ചില മതപരമായ വിശ്വാസ സമൂഹത്തിൽ അവർക്കും ദൈവം രണ്ടാമത് അവസരം നൽകുകയാണ്. So how much more those who fear, they've made a mess of life, of their relationship, their studies, their career and their marriage. യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്നവരും ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നവരുമായ ആളുകൾക്ക് അപ്രകാരം എത്രയോ സാധ്യതകളാണ് ദൈവം തുറന്നു തരുന്നത്. God may want us to change, ദൈവം നമ്മളിൽ മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. but he still wants us for himself. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. He offers us not only when things go very wrong, but each new day a new beginning. നമ്മുടെ കാര്യങ്ങൾ വിപരീതമാകുമ്പോൾ മാത്രമല്ല, ഓരോ ദിവസവും അവൻ പുതുക്കത്തോടെ നമ്മളെ തിരികെ വിളിക്കുകയാണ്. Similarly, in the New Testament, every time we participate in the Holy Qurbana, God gives us a new start. ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പുതിയ സാധ്യത നൽകുന്നതായി പുതിയ നിയമത്തിൽ നമ്മൾ Because കാണുന്നു. we confess our sins. കാരണം നമ്മുടെ പാപങ്ങളെ നമ്മൾ The ഏറ്റുപറയുകയാണ്. absolution is pronounced, our sins are forgiven. നമുക്ക് പാപമോചനം ലഭിക്കുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. And the bread and the wine are symbols of new beginnings. ഒരു പുതിയ തുടക്കത്തിന്റെ അടയാളമായിരിക്കുന്ന അപ്പവും വീഞ്ഞും നമുക്ക് നൽകപ്പെടുകയാണ്. And God offers us a new beginning this morning. കർത്താവ് തിരുമേശയിലൂടെ നമുക്കും ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു പുതിയ അവസരം നൽകുകയാണ്. Let's take that second chance. Let's repent and come back to him. ഈ രണ്ടാം ഊഴം നമുക്കും ഉപയോഗിക്കാം, നഷ്ടപ്പെടുത്താതെ. Secondly, the basis of that second chance is obedience to God's word. രണ്ടാം ഊഴത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും യോനായിൽ നമ്മൾ കാണുന്ന പൂർണ്ണമായ അനുസരണമാണ്. Jonah is given a second chance not to make the same mistake over and over again. വീണ്ടും വീണ്ടും താൻ ചെയ്തതായ തെറ്റ് ആവർത്തിക്കാൻ വേണ്ടിയല്ല, ഒരു തിരുത്തലിന് വേണ്ടിയാണ് ഈ അവസരം ഉണ്ടാകുന്നത്. He is given a second chance because he is ready to change his ways. അവന് രണ്ടാം ഊഴം ലഭിക്കുന്നത് അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ്. He makes that most radical decision at the heart of every fully committed Christian to build not on common sense or commonly held views, but on what Christ teaches us. ഇങ്ങനെയുള്ള രണ്ടാം ഊഴം നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നത് നമ്മളായിരിക്കുന്നതായ പ്രത്യേക തലത്തിലാകാതെ വീണ്ടും ഒരു മാറ്റത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെടണം എന്നുള്ള ധാരണയാണ്. He builds on the solid rock of active obedience to God's word. യോന ദൈവത്തിന്റെ വചനത്തെ പാറ പോലെ നിൽക്കുന്നതായ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് തുടക്കം കുറിക്കുകയാണ്. Jesus says the same thing in Matthew chapter 7. യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഇതിന് തുല്യമായ വാക്കുകൾ പറയുന്നുണ്ട്. He talks about foundations. യേശു കർത്താവ് അടിസ്ഥാനങ്ങളെ കുറിച്ച് ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. Foundations on the rock and foundations on sand. മണൽപ്പരപ്പിലുള്ള അടിസ്ഥാനവും പാറമേലുള്ള അടിസ്ഥാനത്തെ കുറിച്ചും പറയുന്നുണ്ട്. The ones who hear the word and obey it are the ones who build on the rock. ദൈവവചനം ശ്രദ്ധിച്ച് അനുസരിക്കുന്നവർ പാറമേൽ വീട് പണിതവർക്ക് തുല്യരാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. Yesterday I heard your suffragan metropolitan Kyrillios. ഇന്നലെ രാത്രി ഞാൻ കേട്ടു നമ്മുടെ സഫഗ്രൻ മെത്രാപ്പോലിത്ത തിരുമേനി യോയാക്കീം മാർ കൂർലോസ് തിരുമേനി. Even though I cannot understand Malayalam, എനിക്ക് മലയാളം മനസ്സിലാകത്തില്ലെങ്കിൽ ഞാൻ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നലെ I heard the whole sermon. ആ പ്രസംഗം മുഴുവൻ ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. And the key thing that came to me was when he said, not everyone who says Lord, Lord will enter into the kingdom of heaven. ഞാൻ മനസ്സിലാക്കിയ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. Only the one who does the will of my Father. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ And therefore it is പ്രവേശിക്കുന്നത്. about obedience to God's word. അതുകൊണ്ട് തന്നെ വചനത്തോടുള്ള അനുസരണമാണ് ഇവിടെ എല്ലാം ശക്തീകരിക്കുന്നത്. Obedience to God's word calls for a prophetic response. ദൈവത്തിന്റെ വചനത്തോടുള്ള അനുസരണം ഒരു പ്രവാചക തുല്യമായ പ്രതികരണം നമ്മളിൽ നിന്ന് So ആവശ്യപ്പെടുകയാണ്. if someone comes to you and tells you that, I am leading a sinful life, ആരെങ്കിലും വന്ന് നമ്മളോട് പറയുകയാണ് ഞാനൊരു പാപപങ്കിലമായ ജീവിതമാണ് നയിക്കുന്നത്, it's not for us to say, oh no, fine, do what you like. നമ്മൾ അവരോട് പറയേണ്ടത് കുഴപ്പമില്ല, ഇത് തന്നെ God തുടരണമെന്നല്ല. loves you anyway. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ പൊക്കോ എന്നല്ല Nor പറയുന്നത്. should we go to the other extreme. You miserable sinner, God condemns you. എന്നാൽ അങ്ങേ അറ്റത്ത് പോയിട്ട് പറയരുത് നീ ഒരു കഠിന പാപിയാണ്, നിനക്ക് നാശമുണ്ടാകും എന്നും പറയാൻ പാടില്ല. But we are called to tell him, repent and start again. എന്നാൽ നമ്മൾ പറയേണ്ടത്
മാനസാന്തരപ്പെടുക, ഒന്ന് പുതിയതായി തുടങ്ങുക എന്നുള്ളത്. Building not on the sand of sin, but on the rock of obedience. പാപത്തിന്റെ മണൽപ്പരപ്പിലല്ല നമ്മൾ പണിയേണ്ടത്, അനുസരണത്തിന്റെ പാറമേലാണ് നമ്മളെ തന്നെ Yes, പണിയേണ്ടത്. God gives us a second chance. ദൈവം നമുക്ക് രണ്ടാമത്തെ ഒരു ഊഴം അവസരം It തരികയാണ്. is a challenge to change. ഇതൊരു വെല്ലുവിളിയാണ്, നമുക്കൊരു മാറ്റം വരുത്താനുള്ള വെല്ലുവിളി. So let's move on to see what the Ninevites do when Jonah preaches. യോന പ്രസംഗിച്ചപ്പോൾ നിനവക്കാർ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. Let's read from verses 5 to 9. 5-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ ഒന്ന് വായിക്കാം. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്ത് വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. വർത്തമാനം നിനവേ രാജാവിൻ്റെ അടുക്കൽ എത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ട് പുതച്ച് വെണ്ണീറിലിരുന്നു. അവൻ നിനവയിൽ എങ്ങും ഘോഷിപ്പിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ, രാജാവിൻ്റെയും അവൻ്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുതയും ആസ്വദിക്കരുത്, മേയുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താന്താൻ്റെ ദുർമാർഗവും താന്താൻ്റെ കയ്യിലുള്ള സാഹസവും വിട്ട് മനം തിരികയും വേണം. ദൈവം വീണ്ടും അനുതപിച്ച് നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ടു മാറുമായിരിക്കും ആർക്കറിയാം. So we see right up in verse 5 the Ninevites' repentance. The Ninevites believed God. 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, പൊടുന്തനവേ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. Verse 5 records the people of Nineveh turning to God. 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു, നിനവേക്കാർ യഹോവയുടെ സന്നിധിയിലേക്ക് തിരികെ. And verses 6 to 9 talk about the king turning to God. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു നിനവേ പട്ടണത്തിന്റെ രാജാവ് മനം തിരിയുന്നതിനെ കുറിച്ച്. Jonah probably doubted that the Ninevites were going to respond to his proclamation of God's judgment. യോന വിചാരിച്ചു നിനവേക്കാർ തന്റെ പ്രസംഗത്തോട് ഒരു പ്രതികരണം കൊണ്ടുവരുമെന്ന്. He thought they were wicked, or he dreaded them because he didn't want the Ninevites to be given a second chance. യോന നിനവേക്കാരെ കുറിച്ച് ചിന്തിച്ചത് അവർ പാപികളാണ്, അവർ നന്നാകണമെന്ന് യോനയ്ക്ക് വലിയ താല്പര്യമില്ല. Jonah himself was given a second chance, but he doesn't want that second chance for others. യോനയ്ക്ക് തന്നെ ദൈവം രണ്ടാം ഊഴം നൽകിയിട്ടും നിനവേക്കാരോട് യോനയുടെ മനോഭാവത്തിന് മാറ്റമില്ല. Their response is quite amazing as the sailor's faith in chapter 1. നാവികരെ പോലെ നിനവേക്കാരുടെ പ്രതികരണം വളരെ അത്ഭുതാവഹമാണ്. One short talk of 5 words and they believe and trust in God. 5 വാക്കുകൾ മാത്രമുള്ള ഒരു സന്ദേശം കേട്ടപ്പോൾ നിനവേക്കാർ യഹോവയിൽ വിശ്വസിച്ചു തുടങ്ങി. They do immediately what Jonah did reluctantly. യോന ചെയ്യാൻ മടി കാണിച്ച കാര്യങ്ങൾ നിനവേക്കാർ വേഗത്തിൽ ചെയ്തു തുടങ്ങി. They believed God's word. നിനവേക്കാർ യഹോവയുടെ വചനത്തെ വിശ്വസിച്ചു. They do profoundly what the Israelites do occasionally. ഇസ്രായേൽ മക്കൾ വല്ലപ്പോഴും ചെയ്യുന്ന കാര്യം ഇവിടെ നിനവേക്കാർ ആഴത്തിൽ ചെയ്യുകയാണ്. They humble themselves in sackcloth and fasting, praying to God to have mercy. അവർ അവരെ തന്നെ വിനയപ്പെടുത്തി അവർ രട്ടുടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കാൻ തീരുമാനിക്കുക. No one in society is left out, as verse 5 shows us. 5-ാം വാക്യം പറയുന്നത് സമൂഹത്തിൽ ആരും തന്നെ ഇതിന് പുറത്തില്ലായിരുന്നു, എല്ലാവരും ഇതിന്റെ ഭാഗമായി തീരുകയാണ്. From the greatest to the least, ഏറ്റവും വലിയവൻ മുതൽ ഏറ്റവും ചെറിയവൻ വരെ they were all fasting and praying. എല്ലാവരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തുടങ്ങി. The Hebrew word which says and they believed is the same root word for the word amen, or being faithful. എബ്രായ പദം അനുസരിച്ച് അവർ വിശ്വസിച്ചു എന്ന് പറയുന്ന വാക്ക് ആമേൻ എന്ന വാക്കിന് തുല്യമാണ്. Which again is our Lenten call, turn to Christ and be faithful. അതൊരു നോമ്പുകാലത്തെ വിളി പോലെ വരുന്ന ചിന്തയാണ്, ദൈവത്തിങ്കിലേക്ക് തിരിയുക, മനം തിരിയുക എന്നുള്ളത്. And this morning we are called to turn to Christ and be faithful. ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് തരുന്ന സന്ദേശം യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ മനം തിരിയുക. The Ninevites come under the conviction of sin. നിനവേക്കാർ തങ്ങളുടെ പാപബോധത്തിലേക്ക് അവർ മടങ്ങി വരികയാണ്. The word of God struck a chord within their hearts. ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയത്തെ സ്പർശിക്കുകയാണ്. You know, many a time in evangelistic meetings, when somebody is convicted of sin, you will see them crying out loudly. പലപ്പോഴും സുവിശേഷ മഹായോഗങ്ങളിൽ തങ്ങളുടെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന ആളുകൾ കണ്ണു നിറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. And that is exactly what is happening. They came under the conviction of sin. നിനവേയിലും ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അവർ പാപബോധമുള്ളവരായി തീരുകയാണ്. You know, interestingly, it was only 5 words that Jonah preached.
ചെറിയ പ്രസംഗം, 5 വാക്കുകൾ മാത്രമുള്ള പ്രസംഗമേ യോന നിർവഹിച്ചിട്ടുള്ളൂ. Jonah didn't do a 10-day Maraman convention in Nineveh. യോന ഒരിക്കലും നിനവയിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മാരാമൺ മഹായോഗം നടത്തിയില്ല. You have had 10 days of hearing God's word. ഈ മണൽപ്പരപ്പിൽ ധാരാളം ദിവസം 10 ദിവസത്തോളം ദൈവവചനം നമ്മൾ കേൾക്കുന്നു. But the people of Nineveh had only 5 words. നിനവേക്കാർ കേട്ടത് 5 വാക്കുകൾ മാത്രമാണ്. But they were cut to pieces in their heart. അവരുടെ ഹൃദയം മുറിഞ്ഞു പോകുന്ന രീതിയിൽ അവർ അതിനോട് പ്രതികരിച്ചു. Because they were convicted of their sin. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തങ്ങളുടെ പാപത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധമുണ്ടായിരുന്നു. The word of God struck a chord in their hearts and they knew they were against God. ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയത്തെ കീറിമുറിച്ചത് കൊണ്ട് അവർ മനസ്സിലാക്കി ഞങ്ങൾ ദൈവത്തിനെതിരായി They realized in an instant the depth of their depravity and decay. അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അധപതനവും ദുഷ്ടതയും പാപ്പരത്വവും ഒക്കെ അവർ ഉൾക്കൊള്ളുകയാണ്. They were an endangered people because of their sin. അവർ ഒരു വിധത്തിൽ പാപം നിമിത്തം ഒരു വംശനാശ ഭീഷണി നേരിടുന്ന അപകടത്തിലായ ജനതയായി മാറി. They put on coarse, thick, itchy sackcloth. അവർ കട്ടിയുള്ള പരിവരുത്ത വസ്ത്രം ധരിച്ചു. These garments were made out of goat's hair. ഇത് ആട്ടുരോമം കൊണ്ട് ഉണ്ടാക്കിയതാണ്. And this was to symbolize their rejection of earthly comforts and pleasures. ഭൗമിക സൗകര്യങ്ങളെക്കുറിച്ചും അതിന്റെ ആസ്വാദ്യങ്ങളെക്കുറിച്ച് അതിനെ നിരസിക്കുന്നത് അടയാളമായിട്ടാണ് ഈ പരിവരുത്ത ചൊറി ഉണ്ടാക്കുന്ന വസ്ത്രം അവർ ധരിച്ചത്. Jonah only called on God when he was in the belly of the whale in the pit of despair. യഥാർത്ഥത്തിൽ യോന തന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ നടുവിൽ മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന് നിലവിളിക്കുക മാത്രമാണ് ചെയ്തത്. But unlike Jonah, എന്നാൽ യോനയെ പോലെയല്ല. to Jonah's shame, the Ninevites turned to God immediately. യോന ആരെ പരിഹസിച്ചോ അവർ കുറച്ചുകൂടെ നല്ലതായിട്ട് ദൈവത്തിങ്കിലേക്ക് നിനവേക്കാർ തിരികെ. Same way like the sailors in chapter 1. നാവികരെ പോലെ ഇവിടെയും നിനവേക്കാർ വളരെ ഗൗരവത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ They തിരികെ. instantly call for a fast. അവർ പെട്ടെന്ന് രാജ്യം മുഴുവൻ നാട് മുഴുവൻ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. And then now we see the word reaches the king. അങ്ങനെ ഈ വചനം രാജാവിന്റെ അടുക്കൽ എത്തുന്നതായിട്ട് നമ്മൾ വായിച്ചു. So where Jonah drags his feet, the Ninevites run forward. യോന പിന്മാറിയ ഇടത്ത് നിനവേക്കാർ മുന്നേറ്റം നടത്തുകയാണ്. So let's look at the king's response and his edict from verses 6 to 9. 6 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് രാജാവിന്റെ ഒരു പ്രതികരണമാണ്. രാജാവ് രാജ്യത്തിൽ മുഴുവനും ഒരു അറിയിപ്പ്, ഒരു ശാസന കൊടുക്കുകയാണ്. Just as in chapter 1 we have an active sea captain, chapter 3 has an active king of Nineveh. 1-ാം അധ്യായത്തിൽ കപ്പലിലെ ഒരു കപ്പിത്താനെ നമ്മൾ കണ്ട സ്ഥാനത്ത് ഇവിടെ നിനവയിൽ ഒരു രാജാവിനെ നമ്മൾ കാണുകയാണ്. To symbolize the active humility of even the greatest person in the city. ഇതാ രാജ്യവും അധികാരവുമുള്ള ആളിന്റെ ഏറ്റവും വിനയപൂർവമായ ഒരു നേതൃത്വം നമ്മൾ കാണുകയാണ്. So in verse 6 we see that the king hears either of the people's response to Jonah's message or of Jonah's message itself. ഇവിടെ രാജാവ് ഒരിക്കൽ പോലും ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുകയല്ല, മറിച്ച് നേരിട്ട് യോന പറഞ്ഞ സന്ദേശമാണ് ഉൾക്കൊള്ളുന്നത്. And he instantly rose from his throne to repent. പെട്ടെന്ന് തന്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജാവ്, and he did it deliberately. അവൻ ബോധപൂർവം ഈ കാര്യങ്ങൾ ചെയ്യുകയാണ്. To the prophet's shame. ഈ പ്രവാചകൻ തങ്ങളെ പരിഹസിച്ചതിന്റെ പ്രതികരണമായിട്ടും ഈ രാജാവ് ഇപ്രകാരം കൽപ്പന കൊടുക്കുകയാണ്. See the contrast. The king rose from his chair to repent. രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റത് എന്തിനു വേണ്ടിയാണ്? മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ്. Jonah rose to flee away from God. യോന എഴുന്നേറ്റത് എന്തിനാണ്? ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാനായി. So the contrast is telling. നമ്മൾ ഇവിടെ പരസ്പരം കാണുന്ന വൈരുദ്ധ്യം കാണുകയാണ്, രണ്ടുപേരിൽ തമ്മിലുള്ള വൈരുദ്ധ്യം. In chapter 1 the captain called for prayer to hopefully merciful God. 1-ാം അധ്യായത്തിൽ ഈ കപ്പലിന്റെ കപ്പിത്താൻ പ്രാർത്ഥിക്കാനായി യോനയോട് പറയുന്നു. In chapter 1 they tell Jonah, pray to your God so that maybe we will be saved. യോനയോട് അവർ പറയുന്നത് നിന്റെ യഹോവയോട് നീ പ്രാർത്ഥിക്കണമെന്നാണ്. And here also we see the king is saying, let's turn to God, probably we'll be saved. ഇവിടെ നമ്മൾ കാണുന്നു രാജാവും പറയുകയാണ് നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാം, ദൈവം ചിലപ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരും. He says, who knows, God may yet relent and show compassion. ആർക്കറിയാം, ദൈവം ചിലപ്പോൾ നമ്മൾക്ക് വരുത്താനുള്ള ന്യായവിധിയിൽ നിന്ന് മാറുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം. So prayer and fasting alone is not enough. പ്രാർത്ഥനയും ഉപവാസവും മാത്രം പോരാ. There's also a part that the Ninevites must do.
നിനവേക്കാർ ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ടെന്ന് രാജാവ് തിരിച്ചറിയുന്നുണ്ട്. They must give up their evil ways and their violence. അവരുടെ ദുഷ്ട വഴിയും അതിക്രമത്തിന്റെ വഴിയും ഉപേക്ഷിച്ചുകൊണ്ട് വേണം പ്രാർത്ഥനയും ഉപവാസവും നടത്തുവാൻ. And that is the same challenge for us. അത് തന്നെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വെല്ലുവിളി. Going into the great Lent of fasting and praying is not good enough. ഈ വലിയ നോമ്പിലേക്ക് പ്രാർത്ഥനയോടെ നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അത് മാത്രം പോരാ. We must give up our evil ways and our violence. നമ്മുടെ ദുഷ്ടതയും നമ്മുടെ അതിക്രമവും ഉപേക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ നോമ്പും പ്രാർത്ഥനകളും ഒക്കെ നിർവഹിക്കാൻ. The Ninevites know that God doesn't have to forgive them. നിനവക്കാർക്ക് ഒരു കാര്യം അറിയാം, ദൈവത്തിന് തങ്ങളോട് മനസ്സലിവ് കാണിക്കേണ്ട ആവശ്യമില്ല. They hope their turning to God will cause him to forgive അവർ them. വിചാരിക്കുകയാണ് ദൈവത്തിങ്കിലേക്ക് തങ്ങൾ തിരിയുന്നതിലൂടെ എന്തെങ്കിലും ഒരു മാറ്റം ദൈവത്തിന് സംഭവിക്കും. What a remarkable response. എത്ര ശ്രദ്ധേയമായ ഒരു പ്രതികരണമാണ്. The story doesn't tell us if their repentance was short-lived or lasted. അവരുടെ മാനസാന്തരം ദീർഘകാലം നിലനിന്നോ അതോ കുറച്ചു കാലത്തേക്ക് മാത്രം ഉണ്ടായിരുന്നോ എന്നും വചനമൊന്നും പറയുന്നില്ല. But their repentance to give up their evil ways and their violence was അവരുടെ obvious. ദുഷ്ടതയും അതിക്രമവും വിട്ട് ഒഴിഞ്ഞതായിട്ട് കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. The action of repentance is sufficient. ഈ അനുതാപത്തിന്റെ മാനസാന്തരത്തിന്റെ പ്രവൃത്തി ഏറ്റവും പ്രസക്തമാണ്. And it serves to challenge Jonah and challenges unrepentant Israel. യഥാർത്ഥത്തിൽ നിനവേക്കാരുടെ ഈ മാനസാന്തരം യോനയെ തന്നെ വെല്ലുവിളിക്കുന്നു, ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന ഒന്നാണ്. So let's see what we can learn from this section. ഈ ഭാഗത്തു നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. Their humility and flexibility is incredible. ഈ ജനത്തിന്റെ നിനവേക്കാരുടെ താഴ്മയും അവർക്ക് മനം തിരിയാനുള്ള മനസ്സും വളരെ അവിശ്വസനീയമാണ്. They were not stiff-necked or self-righteous. അവർ ഒരിക്കൽ പോലും ശാഠ്യമുള്ള ആത്മനീതീകരണം നടത്തുന്ന There was ജനമായി no തീരുന്നില്ല. denial or trying to run away from what it അവർ was. ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയോ തങ്ങൾക്ക് ലഭിച്ച ദൂതിനെ നിരസിക്കുകയോ ചെയ്യുന്നില്ല. There was no crocodile tears for others to see. മറ്റുള്ളവർ കാണത്തക്കവണ്ണം ഒരു മുതലക്കണ്ണീർ അവർ ചൊരിക്കുന്നില്ല. But genuinely they were moved to grief and abject admission of wrongdoing. സത്യസന്ധമായി അവർ മനസ്താപത്തോടെ വേദനയോടെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് തങ്ങളുടെ ദുഷ്ടത ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. Confession today is more strongly associated with reluctance than repentance. പലപ്പോഴും ഈ കാലഘട്ടത്തിലെ ഏറ്റുപറച്ചിൽ ചില മടിയോടുകൂടിയാണ് ചെയ്യുന്നത്, അല്ലാതെ പൂർണ്ണ മാനസാന്തരത്തോടെയല്ല. An invariable mark of God's Holy Spirit at work is through grief and repentance. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ തിരിച്ചറിയുന്നത് നമുക്കുണ്ടാകുന്ന ആഴമായ പാപബോധത്തിലൂടെ വരുന്ന മനസ്താപങ്ങളാണ്. Followed of course by forgiveness and joy. ദൈവത്തിന്റെ സന്നിധിയിൽ പാപക്ഷമ പ്രാപിക്കുകയും അതിന്റെ സന്തോഷം നുകരുകയും ചെയ്യുക എന്നുള്ളത്. Perhaps we should be praying, Holy Spirit, don't come, I'm not ready to repent. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, പരിശുദ്ധാത്മാവേ ഇപ്പോൾ വരണ്ട, ഞാൻ നന്നാകാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. Because if he comes, we have to repent. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ മാനസാന്തരപ്പെട്ടേ മതിയാകുകയുള്ളൂ. Just as much as Nineveh was given 40 days, നിനവേക്കാർക്ക് 40 ദിവസം നൽകപ്പെട്ടതുപോലെ the great Lent is a period that God is giving each one of us to ദൈവം repent. നമുക്ക് വലിയ നോമ്പ് ഈ മാനസാന്തരത്തിനുള്ള അവസരമാക്കി തരികയാണ്. 40 days or 50 days, God is giving us to turn back to him, to repent and to be faithful to him. 40-50 ദിവസം തരുന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയാണ്. So the question is, are we ready to turn to God? എന്നാൽ ഇവിടുത്തെ ചോദ്യം നമ്മൾ ഇതിന് സന്നദ്ധരാണോ എന്നുള്ളതാണ്. The second thing that we notice is their repentance was corporate, not just individuals. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ മാനസാന്തരം, അവരുടെ തിരികെ വരവ് എന്ന് പറയുന്നത് സംഘടിതമായിട്ടാണ്. A biblical Christian needs to think in terms of people and nations, not just individuals. വേദപുസ്തകം വായിക്കുന്ന ഒരു വിശ്വാസി എല്ലായ്പ്പോഴും വ്യക്തിപരമായിട്ട് മാത്രമല്ല ചിന്തിക്കേണ്ടത്, ഒരു സംഘബോധത്തോടെ സംഘടിതമായിട്ടാണ് When we ചിന്തിക്കേണ്ടത്. think about sin and justice and repentance, forgiveness, we just apply it to ourselves. We don't think as a community or as a nation. പലപ്പോഴും പാപത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ ദൈവത്തിന്റെ കരുണയെക്കുറിച്ചോ ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ വ്യക്തിപരമായി മാത്രം നമ്മൾ അതിനെ ചെറുതാക്കാറുണ്ട്. There is power in corporate repentance. യഥാർത്ഥത്തിൽ സംഘടിതമായ ഒരുമിച്ചുള്ള ഏറ്റുപറച്ചിലുകൾക്ക് ധാരാളം കരുത്തുണ്ട്. We need to do it more often as the people of God, as God's community. ദൈവത്തിന്റെ ജനമായി സ്ഥിരമായി സംഘടിതരായിട്ട് വേണം ഈ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടാൻ. It means you share in my sin and I share in yours. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ പാപത്തിൽ ഞാനും പങ്കുചേരുന്നു, എന്റെ പാപത്തിൽ നിനക്ക് ഒരു പങ്കുണ്ട് എന്നുള്ളത്. Like the Ninevites, we are in this together, from the greatest to the least. നിനവേക്കാർക്ക് ചെയ്തതുപോലെ വലിയവർ മുതൽ താഴെയുള്ളവർ വരെ ഇപ്രകാരമുള്ള പരസ്പരമായ ഒരു പങ്കിടൽ
സംഘടിതമായ അനുഭവങ്ങൾ ഉണ്ടാകണം. Let's see what Jonah's response is and then move on to verse 10. എന്നാൽ ഇതിനോട് യോനായുടെ പ്രതികരണം എന്താണെന്നുള്ളത് നമുക്ക് 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാം. God saw that the people repented and he did not bring the evil upon them. ദൈവം കണ്ട ഒരു കാര്യം, ഇതാ നിനവേക്കാർ മാനസാന്തരപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് വരുത്താനുള്ള ന്യായവിധിയിൽ നിന്ന് ദൈവം പുറകയിലേക്ക് They പോകുകയാണ്. hear Jonah's simple message with a somber warning. അവർ യോനായുടെ മനോഹരമായ സന്ദേശം വളരെ മുന്നറിയിപ്പായിട്ട് സ്വീകരിച്ചു. 40 days more and Nineveh will be overturned and are cut to the core. യോന പറഞ്ഞു 40 ദിവസമേ ഉള്ളൂ, അതിനുള്ളിൽ ഈ നിനവെ നശിച്ചു പോകും എന്നുള്ളത് വിളിച്ചു പറഞ്ഞു. Of course, it raises some questions. Is God a God who keeps changing? ഇത് ഉന്നയിക്കുന്ന ഒരു വലിയ ചോദ്യം, ദൈവം ചില കാര്യങ്ങളിൽ നിന്ന് പിന്നോക്കം പോകുമോ എന്നുള്ളതാണ്. If God is changing his mind, then how can we say that God is consistent and constant? ദൈവം തന്റെ മനസ്സ് മാറ്റുകയാണെങ്കിൽ ദൈവം സ്ഥായിയായ ദൈവമാണ്, മാറ്റമില്ലാത്തവനാണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? And is God using a backup plan for them? എന്നാൽ ദൈവം നിനവേക്കാർക്ക് വേണ്ടി മറ്റൊരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. But we see in Jeremiah chapter 18 verse 7 and 8. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, If at any time I announce that a nation or kingdom is to be uprooted, യഥാർത്ഥത്തിൽ ഒരു രാജ്യമോ ഒരു ജനവിഭാഗമോ അതിന്റെ അടിസ്ഥാന വേരുകളിൽ നിന്നും പറിച്ചു മാറ്റപ്പെടുകയാണെങ്കിൽ, torn down and destroyed, നശിച്ചുപോയി ഇല്ലാതാവുകയാണെങ്കിൽ, and if that nation I warned repents of its evil, എന്നാൽ ആ ജനത അവരുടെ പാപങ്ങൾ നിമിത്തം ഏറ്റുപറഞ്ഞ് മടങ്ങുകയാണെങ്കിൽ, then I will relent and not inflict on it the disaster I had planned. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ അല്പം പിന്നോക്കം പോയി അവരുടെ മേൽ വരുത്തുമെന്ന് പറയുന്ന ന്യായവിധി വരുത്താതെ ഇരിക്കാൻ ശ്രമിക്കും. God doesn't repent of his decision to punish. ദൈവം ഒരിക്കലും തന്റെ തീരുമാനത്തിൽ അനുദപിക്കുന്നില്ല. He relents of his right to judge and condemn in the face of human penitence. എന്നാൽ ദൈവം ചെയ്യുന്നത്, മനുഷ്യൻ തങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ഏറ്റുപറയുമ്പോൾ ആ തീരുമാനത്തെ ശ്രദ്ധയോടെ കേൾക്കുന്നു എന്നുള്ളതാണ്. He shows mercy in the light of repentance. ദൈവം ജനത്തോട് കരുണ കാണിക്കുകയാണ്, അവർ മാനസാന്തരപ്പെടുമ്പോൾ കരുണ കാണിക്കുകയാണ്. And we see that the God of the New Testament and the God of the Old Testament are the same. പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും ഇപ്രകാരം ഒന്ന് തന്നെയാണെന്ന് നമ്മൾ And this was മനസ്സിലാക്കുന്നു. a truth that Jonah couldn't swallow. എന്നാൽ ഈ സത്യം യോനായ്ക്ക് ദഹിക്കുവാൻ കഴിയുമായിരുന്നില്ല. Jonah thought, how could God be so tough on him and seemingly indulgent to these sailors and these wicked Ninevites? യോന ചിന്തിക്കുകയാണ്, ദൈവം എന്തിനാണ് കഠിനമായി തന്നോട് പെരുമാറുകയും ഈ നാവികരോടും നിനവേക്കാരോടും ഇത്ര മനസ്സലിവോടെ പ്രതികരിക്കുകയും ചെയ്യുന്നത്? And so let's move on to see his resentment of God's mercy, chapter 4, 1-3. 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തോടുള്ള യോനായുടെ നീരസം Can we നമുക്കൊന്ന് read കാണാം. that, please? 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യോനായ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. Jonah's anger exposes a heart that resists grace when it is extended to others. യോനായുടെ ഈ നീരസം പിടിച്ച വാക്കുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവ കൃപയോടുള്ള യോനായുടെ ഒരു നീരസമാണ്. God's compassion clashes with Jonah's narrow sense of justice. ദൈവത്തിന്റെ അതിമഹത്തായ കരുണയും യോനയുടെ സങ്കുചിത മനോഭാവം തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. But just look at it. Jonah is angry that people repented. എന്നാൽ His mission is a success, but he's angry. യോന കോപിക്കുന്ന ഇടത്ത് ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. യോനായുടെ ദൗത്യം വിജയകരമായി തീരുകയാണ്. നിനവേക്കാർ മാനസാന്തരപ്പെട്ടു. A prophet should have been happy that people have repented at his preaching. ജനം മാനസാന്തരപ്പെട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ യോന സന്തോഷിക്കേണ്ടതാണ്. But Jonah is angry. എന്നാൽ യോനയ്ക്ക് ഒരു സന്തോഷവുമില്ല. യോന Because കോപിച്ചിരിക്കുകയാണ്. in his heart of hearts, he wanted punishment for the Ninevites. കാരണം ഹൃദയത്തിന്റെ ആഴത്തിൽ യോന ആഗ്രഹിച്ചത് നിനവേക്കാർ നശിച്ചു പോകണം, ന്യായവിധി അവരുടെ മേൽ വരണമെന്നാണ്. Jonah is furious because he wanted Israel's enemy destroyed, not forgiven. യോന അതിഭയങ്കരമായിട്ട് കോപിച്ചിരിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേലുകളുടെ ശത്രുവായിരിക്കുന്ന നിനവേക്കാർ നശിക്കുന്നില്ല എന്നുള്ളതാണ്. So his behavior exposes deep nationalism, selfishness,
and a distorted view of justice. യോനായുടെ ഈ പെരുമാറ്റവും മനോഭാവം പ്രദർശിപ്പിക്കുന്നത് ഒരു വംശീയപരമായ ഒരു വളരെ പ്രാകൃത ദേശീയപരമായ ചിന്ത യോനെ ഭരിച്ചിരുന്നു എന്നുള്ളതാണ്. He knows God is gracious and compassionate. യോനയ്ക്കറിയാം ദൈവം എപ്പോഴും മനസ്സലിവ് കാണിക്കുന്നതും കൃപയുള്ളവനുമാണ് എന്ന്. Yet he resents God for doing exactly that. എന്നിട്ടും ദൈവം ഈ ചെയ്യുന്നതിനെ കുറിച്ച് യോന നീരസപ്പെടുകയാണ്. Jonah would rather serve a God who does not forgive his enemies. യോന ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവം ഇപ്രകാരം ക്ഷമിക്കുന്ന ദൈവമാകണമെന്ന് യോന ആഗ്രഹിക്കുന്നില്ല. Jonah forgets that he himself was forgiven just now. എന്നാൽ യോന മറന്നുപോകുന്നത് കാര്യം ഇപ്പോൾ തന്നെ യോനയോട് ദൈവം കാണിച്ച കരുണയെക്കുറിച്ച് യോന ഓർക്കുന്നില്ല. He had forgotten that God was merciful to him. തന്നോട് ദൈവം കരുണ കാണിച്ചെന്നുള്ളത് യോന ഓർത്തെടുക്കുന്നില്ല. God's piercing question, do you have any right to be angry? എന്നാൽ യോനയോടുള്ള ദൈവത്തിന്റെ ഹൃദയഭേദകമായ ചോദ്യം, ഇങ്ങനെ കോപിക്കാൻ നിനക്കെന്ത് അവകാശം എന്നാണ്. It reveals the emptiness of Jonah's rage, rooted in pride rather than righteousness. തന്റെ അഹങ്കാരത്തിലും തന്റെ സ്വയം നീതീകരണത്തിലും നിലനിൽക്കുന്ന യോനയുടെ ഹൃദയമാണ് ഇവിടെ നമ്മൾ പുറത്തു കാണുന്നത്. Jonah goes outside the city and sits up and looks down to see whether the city is going to be destroyed. യോന നഗരത്തിന് പുറത്തു പോയി ഇങ്ങനെ കാത്തിരിക്കുകയാണ് താൻ പറഞ്ഞതുപോലെ ഈ നഗരം നശിക്കുമോ എന്ന് കാണാൻ. So we see on one side Jonah shows that he is doing what God wants him to do. യോന വിചാരിക്കുന്നത് ദൈവം ചെയ്യേണ്ട കാര്യം താൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്നാണ്. But his heart remains far from God's compassionate purposes. എന്നാൽ ദൈവത്തിന്റെ മനസ്സലിവിൽ നിന്ന് യോനയുടെ ഹൃദയമാണ് ദൂരത്തായിരിക്കുന്നത്. Let's read verses 4 to 9. ഇനിയും തുടർന്ന് നമുക്ക് 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അനന്തരം യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുവോളം അതിന് കീഴെ തണലിൽ പാർത്തു. യോനായെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടിവിപ്പാൻ തക്കവണ്ണം അവൻ്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവനെ മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യക്ഷണമായ ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ദൈവം യോനയോട്, നീ ആ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ മരണപര്യന്തം കോപിച്ചിരിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. Through God's probing questions and the object lesson of the plant, ദൈവത്തിന്റെ ഇത്രകാരം ഹൃദയഭേദകമായ ചോദ്യത്തിലൂടെ ഈ ഒരു ആവണക്കിന് നിമിത്തം ദൈവം യോനയോട് സംസാരിക്കുക. The Lord gently confronts but firmly Jonah's distorted priorities and self-centered values. ദൈവം യോനയോട് തന്റെ മുൻവിധികളെക്കുറിച്ചും തന്റെ മുൻപ്രധാനത്തെക്കുറിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് യോനയെ നേരിടുകയാണ്. The previous exchange took place once Jonah knew for sure that Nineveh was spared. യഥാർത്ഥത്തിൽ നിനവേ നശിച്ചു പോകുമെന്നുള്ള ധാരണയിലാണ് യോന ഇതെല്ലാം നിൽക്കുന്നത്. The next exchange happens when Jonah is sitting outside Nineveh. രണ്ടാം ഭാഗം നമ്മൾ കാണുന്നത് ഈ പട്ടണത്തിൽ പുറത്ത് യോന പോയിരിക്കുകയാണ്. Not because he is bored or tired or interested in Assyrian architecture. യഥാർത്ഥത്തിൽ ഈ നിനവേയുടെ പട്ടണം കണ്ട് അതിനെ ആസ്വദിക്കാനോ അതിന്റെ വാസ്തുശില്പം ആസ്വദിക്കാനോ ഒന്നുമല്ല ഈ പട്ടണത്തിന്റെ പുറത്ത് യോന പോയിരിക്കുന്നത്. Wanting to see Nineveh go up in flames. എന്നാൽ നിനവേ അഗ്നിക്കിരയാകുന്നത് കാണാനുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ഇവിടെ പോയിരിക്കുന്നത്. So God provides a quick growing gourd to give some shade to Jonah. യോനയെ ചില പാഠങ്ങൾ പഠിപ്പിക്കത്തക്കവണ്ണം യോനയോട് ദൈവം ചില കാര്യങ്ങൾ പറയുകയാണ്. Jonah was very happy that God showed kindness to him personally. യോന വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്, കാരണം തന്നോട് ദൈവം ഒരുപാട് കരുണ കാണിച്ചല്ലോ. His comfort is short-lived because God's purpose is to teach Jonah a lesson about compassion. എന്നാൽ ദൈവം യോനയെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് യോനായുടെ ഈ വലിയ സന്തോഷം അല്പം സമയത്തേക്ക് മാത്രമേ ഉള്ളായിരുന്നു. And God sends a worm to eat through the gourd as well as a debilitating hot wind. യോനായിക്ക് നൽകപ്പെട്ട തണലായി നൽകപ്പെട്ട ഈ ആവണക്ക് കുത്തിക്കളയാൻ വേണ്ടി ഒരു പുഴുവിനോട് പറയുകയും ഒരു കാറ്റ് അടിപ്പിക്കുകയും ചെയ്യുന്നു. And Jonah, ever melodramatic, utters his plea for death, a plea that he will repeat in the final encounter with God. യോന ഒരിക്കൽ പോലും വിചാരിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു നാടകം പോലെ ഈ കാര്യങ്ങൾ സംഭവിക്കുകയാണ്.
We see this in Jonah's life. Better for me to die than to live. Better for me to die than to live. Better for me to die than to live. യോനയുടെ ജീവിതത്തിൽ പല സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മാറ്റം സംഭവിക്കുമ്പോൾ യോന പറയുന്നത് ഇതിലും ഭേദം മരിക്കുന്നതാണ്, ഇതിലും ഭേദം മരിക്കുന്നതാണ്, ഇതിലും ഭേദം മരിക്കുന്നതാണ്. Sometimes maybe we also think like that. Oh, I don't want to do this. Better for me to die. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ പറയുമായിരിക്കാം, എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ല, ഇതിലും ഭേദം മരിക്കുന്നതാണ്. God answers Jonah not to harass him, but to highlight his inconsistency. യോനയോട് ദൈവം പറയുന്നത് അവനെ ഇകഴ്ത്തി ഇല്ലാതാക്കുന്നതിനല്ല, മറിച്ച് അവന്റെ ജീവിതത്തിലെ ചില പോരായ്മകൾ അവനെ പറഞ്ഞു കൊടുക്കുകയാണ്. God asks him, do you have a right to be angry about this goat? ദൈവം യോനയോട് ചോദിക്കുകയാണ്, ഇപ്രകാരം കോപിക്കാൻ നിനക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ? And he says, yes, I'm angry enough to die. എന്നാൽ യോന പറയുന്നത്, ഞാൻ കോപിച്ചിരിക്കുകയാണ്, അതിന് എനിക്ക് വിഹിതമാണ് എന്നുള്ളത്. Jonah of his own free will has declared passionately that a one-day-old plant is worthy. യോന പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ദിവസത്തെ ഈ ആവണക്ക്, ഇതിന്റെ തണലെന്ന് പറയുന്നത് തന്നെ അധികമാണ്, അതിലപ്പുറത്തൊന്നും വേണ്ട. He is concerned about a one-day plant that it should not die. അദ്ദേഹം ചിന്തിക്കുന്നത്, യോന ചിന്തിക്കുന്ന ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ള ആവണക്കിനെ കുറിച്ച് മാത്രമാണ്. But on the other side, he is waiting for a whole city to die. എന്നാൽ മറുഭാഗത്ത് യോന ചിന്തിക്കുന്നത്, ഈ വലിയൊരു പട്ടണം നശിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പും യോനയിൽ കാണുന്നു. Plant should not die. ഈ ആവണക്ക് നശിക്കാൻ പാടില്ല. But the great city of Nineveh can burn and everybody should die. എന്നാൽ നിനവേലെ ജനങ്ങൾ അഗ്നിക്കിരയായി നശിച്ചു പോകട്ടെ എന്ന് ചിന്തിക്കുകയാണ്. He sticks up for a vegetable. ഈ ആവണക്കിന് വേണ്ടി യോന ദൈവത്തോട് വഴക്കുണ്ടാക്കുകയാണ്. And his petty, selfish, arrogant little heart is exposed. അങ്ങനെ യോനയുടെ ഉള്ളിലുള്ള വല്ലാത്ത പ്രകോപനപരമായ മനസ്സിനെയും ഹൃദയത്തെയും പുറത്തേക്ക് വരികയാണ്. He furiously argues for a one-day-old plant. ദൈവത്തോട് വല്ലാത്ത പരിവരുത്ത ഭാഷയിൽ യോന ഈ ആവണക്കിന് വേണ്ടി വഴക്കുണ്ടാക്കുകയാണ്. How then can he argue against the worth of the people of Nineveh? പിന്നീട് എങ്ങനെയാണ് നിനവേക്കാർക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കാൻ യോനയ്ക്ക് സാധിക്കുന്നത്? Then we come to the conclusion of the book in chapter 4 verse 10 to 11, the revelation of God's compassionate heart. ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക്, അതിന്റെ സമാപനത്തിലേക്ക് വരികയാണ്. അവിടെ നമ്മൾ കാണുന്നു ദൈവത്തിന്റെ മനസ്സലിവുള്ള ഹൃദയത്തിന്റെ ഒരു വെളിപ്പാട്. Let's read 10 and 11. 10-11 വാക്യങ്ങൾ. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുമല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചില്ലുവാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. The book ends with God revealing his concern for all of creation. ഈ പുസ്തകം അവസാന ഭാഗത്ത് പറയുന്നത് ദൈവം തന്റെ സൃഷ്ടിയോട് മുഴുവൻ കരുണയുള്ളവനാണ്. People and animals alike. അങ്ങനെ ജനങ്ങളും മൃഗങ്ങളും എല്ലാം ദൈവത്തിന്റെ കരുണയുടെ ഭാഗമാണ്. Underscoring his patient, inclusive, redemptive love. ദൈവത്തിന്റെ വിടുതലിന്റെ സ്നേഹം അതിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദയാവായ്പോടെ ദൈവം കാത്തിരിക്കുന്ന അനുഭവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. Lost people matter to God and it must matter to the church. അതുപോലെ തന്നെ ദൈവം എപ്രകാരം ഈ ലോകത്തെ കാണുന്നു, ആ ചിന്ത തന്നെ സഭയ്ക്കും ഈ ലോകത്തെക്കുറിച്ചുണ്ടാകണം. And therefore associations like the Marthoma Voluntary Evangelistic Association is of utmost importance. അങ്ങനെ ആകുമ്പോൾ മാർത്തോമ സന്നദ്ധ സുവിശേഷ സംഘം മുതലായ സംഘടനകൾ വളരെ പ്രസക്തമായി തീരുകയാണ്. We are to share the good news of the gospel with others so that our nation would come to know Jesus. സുവിശേഷത്തിന്റെ സദ്വാർത്ത സകലരോടും അറിയിക്കേണ്ടത് ആവശ്യമുണ്ട്. എന്തെന്നാൽ നമ്മുടെ രാഷ്ട്രം മുഴുവൻ അതിലേക്ക് തിരികെ വരും, ജനതകൾ മുഴുവൻ അതിലേക്ക് തിരികെ വരും. We cannot sit back and say, oh no, they are beyond redemption. നമുക്ക് ഇരുന്നു കൊണ്ട് പറയാൻ പറ്റത്തില്ല, അവർ ഈ രക്ഷയ്ക്ക് പുറത്താണ്, അവർ അവിടെ ഇരിക്കട്ടെ എന്ന് പറയാൻ We need പറ്റില്ല. to pray for those who persecute us. നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. Because we want them also to come into God's kingdom. അവരും ദൈവരാജ്യത്തിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. Jonah couldn't share God's love and compassion for the lost people of Nineveh. നിനവേയിൽ നഷ്ടപ്പെട്ടു പോയ ജനത്തിന് ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ യോനയ്ക്ക് പലപ്പോഴും സാധിച്ചില്ല എന്നുള്ളതാണ്. Maybe we also think of some people as lost beyond redemption. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ചില ആളുകൾ ദൈവിക വിടുതലിന് പുറത്തായി, അവരങ്ങനെ പോകട്ടെ എന്ന്. Jonah thought they were another group outside the chosen race.
വിടുവിക്കപ്പെട്ട അവർ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയല്ലാത്തതുകൊണ്ട് അവർ അപ്രകാരം പോകട്ടെ എന്ന് നിനവേക്കാരെ കുറിച്ച് യോന ചിന്തിക്കുകയാണ്. They were enemies of Israel and therefore they should not experience God's mercy and forgiveness. ഇസ്രായേലിലെ ശത്രുക്കളായിരിക്കുന്നവരാണ് നിനവേക്കാർ, അതുകൊണ്ട് ദൈവത്തിന്റെ അനുകമ്പയൊന്നും അവർക്ക് ആവശ്യമില്ല, അവരങ്ങനെ പോകട്ടെ, നശിക്കട്ടെ എന്ന് യോന ചിന്തിച്ചു. And such superiority and narrow-mindedness have not disappeared from the church as well. ഇപ്പോഴും സഭയിൽ നിന്ന് ഇങ്ങനെയുള്ള സങ്കുചിത മനോഭാവം, മേൽജാതി മനോഭാവത്തിനും മാറ്റമുണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ We മനസ്സിലാക്കണം. have tasted God's love and His forgiveness, ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. but we don't want to share the good news of the gospel with others. എന്നാൽ മറ്റുള്ളവരോട് ഈ ദൈവസ്നേഹത്തെ പങ്കുവെച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറല്ല. We are suspicious about motives of people of other faiths when they come to our church. ഇതര മതവിശ്വാസ സമൂഹം നമ്മുടെ സഭകളിലേക്ക് വരുമ്പോൾ അവരുടെ ചിന്തയെക്കുറിച്ച്, ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ വളരെയേറെ സംശയമുള്ളവരാണ്. We do not welcome them. നമ്മൾ ഒരിക്കൽ പോലും അവരെ വേണ്ട രീതിയിൽ സ്വാഗതം ചെയ്യാറില്ല. We claim plenty of God's mercy for ourselves, നമുക്ക് വേണ്ടി ധാരാളം ദൈവത്തിന്റെ കരുണയെ നമ്മൾ ചോദിക്കും, but not for others. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇത് നമ്മൾ ദൈവത്തോട് ചോദിക്കാറില്ല. Lost people matter to God. Lost people matter to God. നഷ്ടപ്പെട്ടു പോയ ജനതയാണ് ദൈവത്തിന് ഏറ്റവും പ്രസക്തം. And it ought to matter to the church. അതുകൊണ്ട് തന്നെ സഭയ്ക്കും അവർ വളരെ പ്രസക്തരായി തീരണം. And so the book of Jonah is all about mission. യോനയുടെ പുസ്തകം മുഴുവൻ നമ്മളോട് പറയുന്നത് ദൗത്യത്തെക്കുറിച്ചാണ്. God calls us ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു as a community to be engaged in the mission of God. ദൈവിക ദൗത്യത്തിൽ പങ്കുചേരുന്ന സമൂഹമായി സഭയെയും നമ്മെയും ദൈവം വിളിച്ചിരിക്കുന്നു. In the first evening when I spoke about living as the people of God, ഒന്നാമത്തെ ദിവസം സായംകാലത്ത് ദൈവജനമായി ജീവിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ I spoke about how election, ethics and mission are interlinked. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പും ധാർമ്മികതയും ദൗത്യവും തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അന്ന് ഞാൻ Many a പങ്കുവച്ചു. time we stay only with election and being a blessing, പലപ്പോഴും നമ്മൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും അനുഗ്രഹമാകുന്നതിനെ കുറിച്ചും മാത്രമേ but ചിന്തിക്കാറുള്ളൂ. we forget the middle part, which is the most essential, which is of ethics. എന്നാൽ അതിന്റെ നടുവിലുള്ള ധാർമ്മികതയെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. May God call, as God calls us to repent, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് മാനസാന്തരപ്പെടാനാണ്, may our അനുദപിക്കാൻ. lives be a gospel to others. നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു സുവിശേഷമായി തീരട്ടെ. And may we as a community bring others to Christ. നമ്മളൊരു സമൂഹം എന്ന നിലയിൽ അനേകരെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാകട്ടെ. May God bless all of you and may God be with you. നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, നമ്മോടുകൂടെ ദൈവം ഇരിക്കട്ടെ. Thank you.